മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ വെറുതെ പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഒരു വിഭാഗം ആളുകള് നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. പ്രത്യേകിച്ച് മോദി വിരുദ്ധരതാണല്ലോ നിരന്തരം ഉയർത്തിപ്പിടിക്കാറുള്ളത്. അത്തരം ആളുകൾക്ക് ത്രാണിയുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ മാത്രം ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ ഏതായാലും MA യൂസുഫ് അലിയുടെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. ഞാൻ അതിന്റെ പരിഭാഷയും ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അമിത്ഷാ എവിടെയോ എന്ന് ചോദിക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ, അവരും കൃത്യമായിട്ട് തന്നെ ഇത് കേട്ടുകൊള്ളൂ. MA യൂസുഫ് അലിയാണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2026 ഓഗസ്റ്റ് 6 ഡൽഹിയിലെ വസതിയിൽ വെച്ച് ഭാരത സർക്കാരിന്റെ ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ ജിയെ കാണാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഗുജറാത്ത് സംസ്ഥാനത്ത് അഹമ്മദാബാദിനും ഗാന്ധി നഗറിനും ഇടയിലുള്ള ചന്ദ്ഗേധയിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പിംഗ് മാൾ പദ്ധതിയെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് വിശദമായി സംസാരിച്ചു. ഈ പദ്ധതി എത്രയും വേഗം വിജയകരമായി പൂർത്തിയാക്കുന്നതിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകിയ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. MA യൂസുഫ് അലി നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് തന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച്, അതും ഗുജറാത്തിൽ ഒരു ഷോപ്പിംഗ് മാൾ, അതാണ് MA യൂസുഫ് അലി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനെല്ലാ രീതിയിലുള്ള സഹകരണവും അമിത്ഷാ ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പൊ അമിത്ഷാ എവിടെ പോയോ എന്ന് ചോദിക്കുന്നവരോട് MA യൂസുഫ് അലി തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്നു, അമിത്ഷാ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദിനം പ്രതി ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സഭയിലും എന്താണോ ചെയ്യേണ്ടത് അത് അമിത്ഷാക്ക് അറിയാമെന്നുള്ളതും വിവേകമുള്ള സകല മലയാളികൾക്കും അറിയാവുന്നതാണ്. ഏതായാലും മോദി വിരുദ്ധർക്ക് MA യൂസുഫ് അലി കൊടുത്ത ഒരു മണ്ടക്ക് അടികൂടിയാണ്. അമിത്ഷായെ തപ്പി നടക്കുന്നവരോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി സദാസമയം പണിയെടുത്തോണ്ടിരിക്കുന്നു. ഈ MA യൂസുഫ് അലി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോ കേരളത്തിലെ സാധാരണക്കാരായ സകല മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയുണ്ട്. അതായത് ഒരു ബിസിനസ്സുകാരൻ ഒരു 10 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു കട നമ്മുടെ കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ എന്താണോ ആ കടയിൽ തുടങ്ങാൻ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട് ആളുകൾ ആ കടയിലേക്ക് വരുമോ എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണം നടത്തും. ഒരു സ്ഥലത്ത് വെറും 10 ലക്ഷം രൂപ കൊടുത്ത് ഒരു കട തുടങ്ങണമെങ്കിൽ. അപ്പൊ MA യൂസുഫ് അലി കോടിക്കണക്കിന് രൂപയാണ് ഗുജറാത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്. അതായത് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് ഒരു ഷോപ്പിംഗ് മാളൊക്കെ ഒരു സ്ഥലത്ത് MA യൂസുഫ് അലി തുടങ്ങാറുള്ളത്. അപ്പൊ ഗുജറാത്തില് കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുമ്പോ ഇതിനു മുമ്പേ, അതായത് ഇതൊക്കെ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ഒരു കോർപ്പറേറ്റ് കമ്പനി കോടിക്കണക്കിന് രൂപ ഇടുകയാണെങ്കിൽ ആ സ്ഥലത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ സ്വന്തം ടീമിലെ ഏറ്റവും മികച്ച ആളുകളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനിയെയോ ഏൽപ്പിക്കും. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യുകയാണ്. ആ 100 കണക്കിന് കോടി രൂപ അവിടെ ഇട്ട് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് അത് തിരിച്ചെടുക്കാൻ സാധിക്കുക? ആ ദിനം പ്രതി എങ്ങനെയാണ് അവിടെ കച്ചവടം മുന്നോട്ട് പോവുക? ഇതൊക്കെ വലിയ പഠനം നടത്തും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് ഇവിടെ എന്തോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. ഒരു മുസൽമാനായിട്ടുള്ള MA യൂസുഫ് അലി അവിടെ ഒരു ഷോപ്പിംഗ് മാൾ തുടങ്ങിയാൽ അവിടെയുള്ള ജനങ്ങൾ എത്രത്തോളം സഹകരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് MA യൂസുഫ് അലി മനസ്സിലാക്കി ഗുജറാത്തിലാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റിന് ഏറ്റവും ഉചിതം. അതുകൊണ്ടാണല്ലോ കേരളത്തെക്കാൾ കൂടുതൽ വലിയ ഈ എമൗണ്ട് ഗുജറാത്തിൽ പോയിട്ട് MA യൂസുഫ് അലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒക്കെ വിവേകമുള്ള മലയാളികൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ രാജ്യത്ത് ഏത് സ്ഥലത്താണെങ്കിലും മുസൽമാൻ ആയിക്കൊള്ളട്ടെ, ഏതു മതത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, അവർക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാം, അവർക്ക് ബിസിനസ് തുടങ്ങാം. ഇവിടെ എന്തൊക്കെ പുകിലാണ് മോദി വിരുദ്ധർ പ്രത്യേകിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ വിളിച്ചു പറയാറുള്ളത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓരോ വിവരങ്ങള് കട്ടെടുത്ത്
പിടിച്ചെടുത്ത് ഇതിങ്ങനെ പ്രചരിപ്പിക്കുക. നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരും ഇവിടെ ഇന്ന മതത്തിന് എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അതിനെയൊക്കെ കാറ്റിൽ പറത്തിയിട്ട് MA യൂസുഫ് അലി പറയാതെ തെളിയിച്ചോണ്ടിരിക്കുക. പ്രവൃത്തിയിലൂടെ രാജ്യത്തെ ജനങ്ങളോട് പറയാ, രാജ്യത്തെ മുസ്ലിങ്ങളോട് ഈ രാജ്യത്ത് എവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ഈ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും സകല സ്വാതന്ത്ര്യമുണ്ട്. അത് AP അബൂബക്കർ മുസ്ലിയാരും കൃത്യമായിട്ട് രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതാ. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അവരുടെ ആരാധന സകലതും ചെയ്ത് സുരക്ഷയിൽ സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് എന്ന് ഈ AP അബൂബക്കർ മുസ്ലിയാരേക്കാൾ അപ്പുറമുള്ളൊരു സമസ്യയൊന്നും നമ്മുടെ കേരളത്തിൽ വേറെ ഇല്ലല്ലോ. AP അബൂബക്കർ മുസ്ലിയാർക്കാളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉള്ളത്. അപ്പൊ അദ്ദേഹം തന്നെ ഈ മതവുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറയാണ്, ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നത്. MA യൂസുഫ് അലി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ അദ്ദേഹം വലിയ ഇൻവെസ്റ്റ്മെന്റ്, കോടിക്കണക്കിന് രൂപ ഉത്തർപ്രദേശിൽ അങ്ങനെയോ ഇങ്ങനെയോ എന്ന് പറയുന്ന സകലരും മനസ്സിലാക്കേണ്ടതാണ്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഭരണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ രാത്രി സമയങ്ങളിൽ ഒരു പെട്ടിയും പിടിച്ച് ഒരാൾക്കും നടന്നു പോവാൻ സാധിക്കില്ലായിരുന്നു. അവിടെ ഗുണ്ടകളായിരുന്നു സകലതും കൈകാര്യം ചെയ്യുന്നത്. അവിടുത്തെ പോലീസിന് പുല്ലുവിലയായിരുന്നു. എന്നാൽ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഇന്ന് ഏതു സമയത്തും എവിടെയും ഉത്തർപ്രദേശിൽ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കും സമാധാനത്തിൽ. യോഗി ആദിത്യനാഥ് ഈ പറയുന്ന ഉത്തർപ്രദേശ് ഭരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉത്തർപ്രദേശിന്റെ തലസ്ഥാന നഗരിയിൽ സമാധാനത്തിൽ ഒരാൾക്ക് മുന്നോട്ട് നടന്നു പോകാൻ സാധിക്കില്ലായിരുന്നു. അത് മാറി ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കെ തീർക്കേണ്ടത് തീർത്ത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അത്രത്തോളം പൊതുജനത്തിന് ശല്യമായിരുന്നു. ഈ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് MA യൂസുഫ് അലി തലസ്ഥാന നഗരിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതേ MA യൂസുഫ് അലി നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ ഗുജറാത്തിൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന ലേറ്റസ്റ്റ് പ്രഖ്യാപനവും സകലരും കാണണം. ഈ ഒരു പോസ്റ്റിന് പോലും അമിത്ഷായെ അടിക്കണമെന്നൊക്കെ പറഞ്ഞൊരുത്തൻ ആഹ്വാനം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കമന്റ് ചെയ്തിട്ടുള്ളത്. ഞാനൊന്ന് വായിച്ചു കേൾക്കാം. MA യൂസുഫ് അലിയും അമിത്ഷായും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോക്ക് വന്ന കമന്റാ. ഇക്ക അവന്റെ മോന്തക്ക് നോക്കി ഒരെണ്ണം കൊടുക്ക് ഇക്ക, എന്നിട്ട് പറയ് അമിട്ട് ഇങ്ങനെ ഉണ്ട് ഹീഷ എന്ന് ആഘോഷിക്കുക. അതായത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയെ അടിക്കാൻ പറയും. ആരോട്? MA യൂസുഫ് അലിയോട്. അതായത് ഇത്തരം സുഡാപ്പികൾ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കോ? നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് വിയോജിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് തന്നെ ഭരണപക്ഷത്തോടാണെങ്കിലും പ്രതിപക്ഷത്തോടാണെങ്കിലും യോജിപ്പും വിയോജിപ്പൊക്കെ തന്നെ ഈ രാജ്യത്തിന്റെ മഹത്വം, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അതേ സമയത്ത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധിയെ, അമിത്ഷാ ആണെങ്കിൽ അമിത്ഷായെ അവരെ അടിക്കണം ഇത് എന്നൊക്കെ പറയുന്നത് തീവ്രവാദമാണ്. അത് തീവ്രവാദമാണ്. നമ്മുടെ കേരളത്തിൽ ഇത്തരം തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് തെളിവാ ഈ ആഷിഖ് എന്ന് പറയുന്നത്. നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ അടിക്കാൻ പറയും. അപ്പൊ എന്താണ് ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളത്? ഇത് കേവലം രാഷ്ട്രീയ വിയോജിപ്പാണോ, അല്ലെങ്കിൽ തീവ്രവാദ മനസ്സിൽ നിന്ന് പൊട്ടിമുളക്കുന്നതാണോ അടിക്കാനൊക്കെ ആഹ്വാനം ചെയ്യുന്നത്? ഇതൊക്കെ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ, ഈ രാജ്യത്തെ വെല്ലുവിളിക്കുന്നതിന് സമാണ് ഈ ആഷിഖിന്റെ ഈ കമന്റ് എന്നൊക്കെ പറയുന്നത്. ഇത്തരം ആളുകൾ നമ്മുടെ നാടിന് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഏതായാലും MA യൂസുഫ് അലി രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളോട് തന്നെയാ പറയുന്നത്. രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയാ, ഈ രാജ്യത്ത് എവിടെയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ഈ രാജ്യത്ത് എവിടെയും സ്വാതന്ത്ര്യത്തോടു കൂടി കച്ചവടം ചെയ്യാം. ഇതൊക്കെ എതിരെ പറയുന്ന ആളുകളുടെ, മോദി വിരുദ്ധരുടെ മണ്ടക്ക് കൂടിയാണ് MA യൂസുഫ് അലി ഒരു 1.5 അടി ഈ പോസ്റ്റിലൂടെ ചെയ്തിട്ടുള്ളത്.